ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ നമ്മൾ ഒരുമിച്ച് കൂടുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും നമുക്ക് ഈ വലിയൊരു അവസരം തന്ന ദൈവത്തിനായി നന്ദി പറയാം. ഒരു ചെറിയൊരു സബ്ജക്റ്റ് മാത്രമാണ് ഇന്ന് സംസാരിക്കുന്നത്. വെളിപാടിന്റെ 3:20 നമുക്കൊന്ന് വായിക്കാം. വെളിപാട് പുസ്തകത്തിന്റെ 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കണ്ട, വാതിൽക്കൽ മുട്ടുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ ദൈവത്തിന്റെ ആത്മാവാണ് ഈ പറയുന്നത്. ഈ വാതിലെന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ പറ്റി അല്ലെ വചനം നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ക്രിസ്തു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല. ഹീസ് എ എൻട്രി പോയിന്റ്. പുതിയ ജെറുസലേമിലേക്ക് കടക്കുന്നതിന്റെ വാതിലാണ് ക്രിസ്തു എന്ന് പറയാൻ കാരണം വേറൊരു ഭാഗത്ത് പറയുന്നു, ഈ വാതിലെന്ന് പറയുന്നത് ഒരു പേളാണ് എന്ന് പറഞ്ഞാൽ അത് വചനമാണ്. ആ വചനത്തിൽ കൂടെ കടക്കാതെ നമ്മളെ ശുദ്ധീകരിച്ച് നീതീകരിക്കാതെ അകത്തോട്ട് ആർക്കും കടക്കുവാൻ പറ്റുകയില്ല ആ വാതിൽ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്ര ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തകളും ആലോചനകളും അല്ല അവിടെ നടക്കും. അവിടുന്ന് നടക്കുന്ന മുഴുക്കെ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നു നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വെളിപാട് മനസ്സിലാക്കുക. അതാണ് നമുക്ക് ജീവൻ തരുന്നത്, അതാണ് നമ്മുടെ വെളിച്ചം. അതുകൊണ്ടാണ് ആ പുസ്തകത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നു തരണമെന്ന് എഫെസ്യരുടെ 1:18 നമുക്ക് വായിച്ചു നോക്കാം. അതിന്റെ അതേ ഭാഗമാണ് എഫെസ്യർ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമാണ്. വായിച്ച് മലയാളത്തിൽ വായിക്കണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും. അപ്പൊ അവന്റെ വിളിയാലുള്ള പ്രത്യാശ, അപ്പൊ നമുക്ക് വിളിയാലുള്ള പ്രത്യാശ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി തുറന്നേ പറ്റൂ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ആത്മാവിന്റെ കണ്ണാണ്. അത് തുറന്നില്ലെങ്കിൽ ആ പ്രത്യാശ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൽ കൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ദ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് അതെന്താണെന്ന് അറിയാൻ പറ്റില്ല. ഒന്നുകൂടെ വായിച്ചു മലയാളത്തില്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, ദ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് എന്താണെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും തന്നെ. അപ്പൊ നമ്മുടെ ഹൃദയദൃഷ്ടി, ദ ഹാർട്ട്, വി മസ്റ്റ് ഹാവ് ദ ഹാർട്ട് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ഹൃദയം നമുക്ക് ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ഹൃദയം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ കണ്ണ് അല്ലെ കൃഷ്ണമണി എന്ന് പറഞ്ഞതിൽ കൂടെ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തിന്റെ ആത്മാവിനെ കാണുന്ന കണ്ണുകളാണ് മനസ്സിലാക്കി നമുക്ക് വേണ്ടി ദൈവം ഒടുക്കി വെച്ചിരിക്കുന്ന എന്തുവാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ സോഴ്സ് ആണ്. ദൈവികമായിട്ട് ആത്മീകമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ടി ദൈവം തുറക്കുന്നത്. അതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. റെവലേഷൻ എന്ന് പറയുമ്പോൾ റിവീൽ 1, 2 എലിവേഷൻ. ഒന്ന് വെളിപ്പെടുത്തി തരുക, ഒന്ന് എലിവേഷൻ. അതിനെപ്പറ്റി ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ എലിവേറ്റ് ചെയ്ത് സംസാരിക്കുക. നമുക്ക് മനസ്സിലാകുന്ന പോലെ ജഡികമായിട്ടല്ല, ആത്മീകമായിട്ട് ഒരു സ്റ്റെപ്പ് ഉയർത്തി നമ്മളെ കാണിച്ചുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തന്ന്, എലിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് കാണുവാനുള്ള നമ്മുടെ കണ്ണുകൾ തുറക്കുക. ക്രിസ്തുവിന്റെ ഹൃദയം നമുക്കുണ്ടെങ്കിൽ ആ കണ്ണുകൾ തുറക്കുമ്പോൾ then we will be aware. നമുക്കതിനെപ്പറ്റി അറിവ്, പരിജ്ഞാനം, അത് ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് നടക്കുന്നു, ഈ ഭൂമിയിൽ എന്ത് നടക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് വരെ അറിയുന്നതിൽ നമുക്ക് ജ്ഞാനമേ ഉള്ളൂ. പക്ഷെ പരിജ്ഞാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും ധരിക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും അറിവില്ലാത്തതായിട്ടുള്ളൊരു ഭാഗം നമ്മളത് അറിയുമ്പോൾ
നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്കതിനെ കടന്നു പോകാൻ പറ്റും. We become wise. ഞങ്ങൾ ജ്ഞാനികളായിട്ട് മാറുന്നു അവരുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ. ഓപ്പൺ ദ ഐസ് ഓഫ് യുവർ ഹാർട്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കുക എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ വേണം അതിലേക്ക് കടന്നു ചെല്ലാൻ. അന്നേരം ദൈവം നിങ്ങളിലേക്ക് കടന്നു വരും. ആ വചനം നിങ്ങളിലേക്ക് കടന്നു. ഇപ്പൊ വെളിപാട് പുസ്തകത്തിന്റെ ആഴങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി, ക്രിസ്തു നമ്മൾ തന്നിട്ടുള്ള ഹൃദയത്തിന്റെ ആത്മീക ദൃഷ്ടികളെ തുറക്കേണ്ട താക്കോലാണ്. ആത്മീക ഹൃദയം എന്ന് പറഞ്ഞ് അത് നമ്മുടെ വചനം വസിക്കുന്ന, വചനം എന്ന് പറഞ്ഞ ക്രിസ്തു എന്ന് പറഞ്ഞ വചനം വസിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ അകത്തെ ഒരു ഭാഗത്തിനെയാണ് ഹൃദയഭാഗം, അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഹൃദയഭാഗം എന്ന് പറഞ്ഞ സെന്റർ പോയിന്റ് എന്നതിന്റെ അർത്ഥം. ആ സെന്റർ പോയിന്റിന്റെ കണ്ണുകൾ നമ്മളാകുന്ന കൃഷ്ണമണി. ആ ഹൃദയത്തിന്റെ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ മനസ്സിലിരിക്കും. സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞ കണ്ണുകളാകുന്നു നമ്മൾ. ദാറ്റ്സ് എ കീ. അതിൽ കൂടെ മാത്രമേ നമുക്കത് വെളിപ്പെടുത്തി തരാം. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ആത്മീകമായിട്ടൊരു ജീവൻ വേണമെന്നുണ്ടെങ്കിൽ, ജീവിതം വേണമെങ്കിൽ ഈ വഴിയുള്ള വെളിപാട് നമുക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ ആ കണ്ണുകൾ കൊണ്ട് നമുക്ക് ആത്മാവിനെയും ആത്മാവിന്റെ ചിന്തകളെയും ഗ്രഹിക്കുവാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ലിസണിങ്, ആത്മാക്കൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള നമ്മുടെ ചെവിയും നമ്മുടെ കണ്ണുകളും തുറന്നേ പറ്റും. ഇത് പെട്ടെന്ന് കേൾക്കും നമ്മൾ ആകെപ്പെടെ കൺഫ്യൂഷനാണ്. ഇതെന്തോ പുതിയതോ? അല്ല, ഇത് പണ്ടേ ഉണ്ട്. പക്ഷെ പൊരുളുകളെ തിരിച്ചു നിന്ന് പറയുവാൻ, പഠിപ്പിക്കുവാനോ പറഞ്ഞു തരുവാനോ നിങ്ങൾ കേൾക്കുവാനോ ഉള്ള ജനം ഇല്ലാതെ. ഓപ്പൺ ദ സ്പിരിച്വൽ ഐസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ആ സത്യത്തെ അറിയുവാൻ വേണ്ടി ദാഹിക്കുന്നു അല്ലെങ്കിൽ തേടുന്നു. കാരണം ഈ കാണുന്നതിലല്ല, യേശുവെ യേശു എന്ന് വിളിക്കുന്നതിനകത്ത് എല്ലാ കാര്യങ്ങളും സാധിക്കുന്നില്ല എങ്കിൽ അതിനുപരിയായിട്ട് വേറെ എന്തോ ഉണ്ട്. അത് പഠിക്കുവാൻ നമ്മൾ നമ്മുടെ ഹൃദയം അന്വേഷിക്കുക. അകത്തെ നിഗൂഢ മനുഷ്യൻ അന്വേഷിക്കുമ്പോൾ അവൻ ദാഹിക്കുകയാണ്. കാരണം അവന് ജീവിച്ചേ പറ്റൂ, മരിക്കുവാൻ പറ്റില്ല. അന്നേരം ജഡത്തിലും ആത്മാവിലും നമ്മൾ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തുറന്ന കണ്ണുകൾ, ആ ഹൃദയത്തിന്റെ, ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ കണ്ണുകൾ, അത് തുറന്ന കണ്ണുകൾ, സത്യത്തെ കാണേണ്ടതിനും മനസ്സിലാക്കേണ്ടതിനും പഠിക്കേണ്ടതിനുമുള്ള കണ്ണുകളാണ്. അതിലെ ശബ്ദം, ദ ഒറക്കിൾ, ദ വോയിസ് ഓഫ് ഗാഡ്, അത് നമുക്ക് അന്നേരമാണ് മനസ്സിലാകും. വെളിപാട് പുസ്തകം സംസാരിക്കുന്ന ആ വാക്ക് യഹോവയുടെ വായിൽ നിന്നും വരുന്നതാകുന്നു എന്നും അതിനാൽ നമ്മൾ ജീവിക്കുന്നു എന്നും അപ്പോഴും നമുക്ക് മനസ്സിലാകും. ആൻഡ് അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ദൈവമക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതിനെ തേടുക, ലൈക്ക് എ പേൾ. നമ്മളത് അറിയും തോറും നമ്മൾ വളരെ താഴ്മയിലോട്ട് വരും. നമ്മൾ അതിന് കീഴ്പ്പെട്ടു വരാൻ തുടങ്ങും. നമ്മൾ അങ്ങനെ നീതിമാന്റെ നീതിക്ക് കീഴ്പ്പെടുന്നു. നമ്മൾ നീതിമാനായിട്ട് മാറ്റപ്പെടും. അന്നേരം കാരണം വെച്ചാൽ നമ്മൾ മഹോന്നതനായ ദൈവമെന്ന് പറഞ്ഞ വചനത്തിന് നമ്മുടെ നേക്കഡ് ഐസ്, തുറന്ന കണ്ണുകൾ, ഹൃദയത്തിന്റെ ക്രിസ്തുവിൽ കൂടെയുള്ള തുറന്ന കണ്ണുകളിൽ കൂടെ നമ്മൾ കാണുകയാണ്. അന്നേരമാണ് മഹിമ, എന്താണ് ദൈവത്തിന്റെ മഹിമ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ നമുക്കറിയത്തില്ല. നമ്മുടെ ആവശ്യമാണ് ടു സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആ ഗ്ലോറിയസ് മനസ്സിനെ കാണുകയും ആ മനസ്സിന്റെ ഇച്ഛ എന്താണെന്നും നമ്മളെപ്പറ്റിയുള്ള എന്താണ് പ്ലാനും പദ്ധതിയെന്നും ദൈവത്തിന് നമ്മളോടുള്ള ഇമോഷൻസും സ്നേഹവും നമ്മൾ അറിയാതെ അലിഞ്ഞു നടക്കുന്ന കണ്ടിട്ടുള്ള വിഷമവും ദൈവത്തിന്റെ ആത്മാവും നമ്മളെ തള്ളി കയറ്റുകയാണ്. ആക്ച്വലി he pushes us to study this. ചില സമയങ്ങളിൽ നമ്മൾ അതിനെ അന്വേഷിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ശ്രമിച്ചില്ലെങ്കിൽ
ദൈവത്തിന്റെ പല പ്ലാനും പദ്ധതിയും നമുക്ക് മിസ്സായി. നിങ്ങൾക്ക് അത് കാണാനുള്ള കണ്ണുകളുണ്ടോ? അത് കേൾക്കാനുള്ള ഈ ഒറക്കിൾ ഓഫ് ഗാഡ്, യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുവാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇതിന്റെ പൊരുളുകളും മർമ്മങ്ങളും എന്ന് പഠിക്കുവാനുള്ള ആ തീഷ്ണത, ആഗ്രഹം. നമ്മുടെ ദൈവം നമ്മളിൽ വസിക്കുന്ന ആ ദൈവത്തെ നമ്മുടെ അകത്തെ കണ്ണുകൊണ്ട് കാണുവാനും ആ മനസ്സിനെ മനസ്സിലാക്കുവാനുമുള്ള ക്രിസ്തുവിന്റെ കണ്ണുകൾ നമുക്ക് തുറക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കാണാം നമ്മളെ നയിക്കുന്നതും നമ്മളിൽ വസിക്കുന്നതും നമ്മുടെ ജീവനും എല്ലാം നമ്മളിൽ തന്നെ ഇരിക്കുന്ന ദൈവമാകുന്നു, ആ വചനമാകുന്നു. ഒന്ന് കൊറിന്ത്യന്റെ 4:18 നമ്മൾ വായിക്കുമ്പോൾ, 1 കൊറിന്ത്യൻസിന്റെ 4:18 വായിക്കുമ്പോൾ നമ്മൾ അതിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. കാരണം കൊറിന്ത്യർ സഭയിലെ ചില പ്രശ്നങ്ങളായിരുന്നു. വായിച്ചു. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല എന്ന ഭാവത്തിൽ ചിലർ അഹങ്കരിച്ചിരിക്കുന്നു. കർത്താവിന് ഹിതമാകുന്നുവെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് അഹങ്കരിച്ചിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലാണ് നിലനിൽക്കുന്നത്. കണ്ടോ? ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിൽ. The power, the kingdom of God is not in the word, but is in the power. വചനത്തിനൊരു ശക്തിയുണ്ട്, ജീവൻ തരാനുള്ള ശക്തി, സകല മലകളെ മാറ്റുവാനുള്ള ശക്തി, നമ്മുടെ ബുദ്ധികളിൽ കയറിയിരുന്ന് നമുക്ക് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും പഠിപ്പിച്ചിട്ട് അതനുസരിച്ച് ചെയ്യുവാനുള്ള ശക്തി. വേറെടുത്ത് പറഞ്ഞു, He gives you power to inherit wealth and riches. He gives you power to inherit wealth and riches. സാംസന്റെ 51:10 നമുക്ക് വായിച്ചു നോക്കാം. സങ്കീർത്തനത്തിന്റെ 51:10. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. കണ്ടോ? ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്ഥിരതയുള്ള ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് സ്ഥിരതയുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. സങ്കീർത്തനത്തിൽ 119:18 ദാവീദിന് കിട്ടിയ, അല്ലെ ദാവീദിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ, ദാവീദിനുണ്ടായ വെളിച്ചം ലഭിച്ചപ്പോൾ അതെന്താണെന്നുള്ളത് ദാവീദിന് മനസ്സിലായി. അതിനെപ്പറ്റി നമ്മളോട് വിവരിച്ചു തരികയാണ് ദാവീദ്. അതിന് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വായിച്ചോ. 119:18 സങ്കീർത്തനം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകൾ തുറക്കണമേ. കണ്ടോ? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകൾ തുറക്കണമേ. കണ്ണുകൾ നമ്മുടെ ഫിസിക്കൽ കണ്ണല്ലേ പറഞ്ഞത്, ഹൃദയത്തിന്റെ കണ്ണുകൾ. അത് വചനമാണ്. വചനത്തിന്റെ കണ്ണുകളാകുന്നു ക്രിസ്തുക്കൾ. ഇന്നത് നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിനകത്ത് ദൈവം ഇരിക്കുകയാണ്, ദൈവത്തിന്റെ വചനം ഇരിക്കുകയാണ്. അതിന്റെ കണ്ണുകൾ ഇരിക്കുക. ആ കണ്ണുകൾ നമ്മളിലോട്ട് തുടങ്ങുക. അതായത് നമ്മളുടെ ജഡീകമായിട്ടുള്ള കണ്ണിനെക്കാട്ടിലും ഫോക്കൽ ലെങ്ത് മാറ്റി ദൂരത്തിലേക്ക് കാണുന്ന, ആത്മാവിലേക്ക് കാണുന്ന, ആത്മീയ കാര്യങ്ങളെ കണ്ട് ഗ്രഹിക്കാനുള്ള കണ്ണാണ് അത്. അന്ന് ആദാമനും ഹവ്വായ്ക്കും പറുദീസയെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് നമുക്കിവിടെ തരികയാണ്. അത് തരാനുള്ള വഴിയാണ് ദ ഓറക്കിൾ ഓഫ് ഗാഡ്, യഹോവയുടെ വെളിപാട്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 6:22 മുതൽ 23 വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിനെപ്പറ്റി പല സഭയിലും പല ശിഷ്യന്മാരും പല സഭയിലും അതിനെപ്പറ്റി പല രീതികളിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഈ വെളിപാട് പുസ്തകത്തിനെ പറ്റിയാണ് ഈ പറയുന്നതെല്ലാം. യഹോവയുടെ വായിൽ നിന്നും വന്ന യോഹന്നാന് കിട്ടിയ ഈ പുസ്തകത്തിനെ പറ്റി, ആ വെളിച്ചം, അതിനെപ്പറ്റിയാണ്. അത് നമ്മുടെ കണ്ണുകളിൽ, നമ്മളിൽ കയറിയിരുന്ന് നമ്മുടെ കണ്ണുകളെ, ഹൃദയത്തിന്റെ കണ്ണുകൾക്ക് വെളിച്ചം പകരും. ഇറ്റ്സ് ആൻ എൻലൈറ്റ്മെന്റ്. വായിച്ചോ. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ടോ? ശരീരത്തിന്റെ വിളക്ക്
കണ്ണാകും. കണ്ണ് വിളക്കെന്ന് പറയുമ്പോ വായിച്ചു. കണ്ണ് നല്ലതാകുന്നുവെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ടോ? എന്ന് വെച്ചാൽ നല്ലതായിരിക്കും. കണ്ണ് ദോഷമുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കും. കണ്ടോ? 2 പത്രോസിന് 2:14 വായിച്ചു നോക്കാം. 2 പത്രോസിന് 2:14. വ്യഭിചാരാസക്തി നിറഞ്ഞ കണ്ണുകളുള്ള അവർക്ക് കണ്ടോ? പാപത്തിൽ നിന്ന് എന്ത് കണ്ണാണത്? വ്യഭിചാരാസക്തി നിറഞ്ഞ കണ്ണുകളുള്ള അവർക്ക് പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ കഴിയുന്നില്ല. കാരണം പാപം ആ കണ്ണുകള്, ജഡീക കണ്ണുകളെ പിടിച്ചു വെച്ചിരിക്കുന്ന, അതാണ് the eyes of the full of adultery. They had the eyes of the full adultery. അത് ജഡീക കണ്ണുകളാണ്. അതിൽ നിന്ന് അവർക്ക് വിട്ടുമാറാൻ പറ്റുകയില്ല. ചഞ്ചല ചിത്തരെ അവർ വശീകരിക്കുന്നു. അത്യാഗ്രഹത്താൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ള അവർ ശപിക്കപ്പെട്ട സന്തതികളാകുന്നു. കണ്ടോ? ശപിക്കപ്പെട്ട സന്തതികളാണ്. അവരെ they entice the unsteady souls. സ്റ്റഡി അല്ലാത്ത, സ്ഥിരതയില്ലാത്ത മനുഷ്യനെ അത് വളഞ്ഞു പിടിക്കും. They had the heart trained in greed, cursed children. എല്ലാത്തിന്റെ ഒരു ഗ്രീഡാണല്ല. എബ്രായരുടെ 4:12 പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതും പറയുന്ന വചനം ജീവനും ചൈതന്യവുമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാകുന്നു. കാരണം അത് വെളിപാട് പുസ്തകത്തിൽ അതാണ് യോഹന്നാൻ കാണുന്നത്. വായിച്ചു. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിച്ച് നമുക്ക് തരുന്ന ഭാഗമാണ് ഈ പറയുന്നത് ദൈവവചനം. അതുകൊണ്ട് വെളിപാട് ദൈവവചനം എന്ന് പറയുന്നത് യഹോവയുടെ വായിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മനുഷ്യനോട് സംസാരിച്ച് അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പ്രദർശിപ്പിച്ച് കാണാം. നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രദർശിപ്പിക്കും അത് എങ്ങനെ ഇരിക്കും. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഇതിനെ കാണുന്നത്? നമ്മുടെ നോട്ടം ശരിയാണോ? നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുന്നതിലല്ല, അത് ജഡീക കണ്ണുകൊണ്ടാണ് എന്താണ് നടക്കുന്നതെന്ന്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ജഡീകമാണ്, ലോകത്തിൻ്റെയാണ്. അത് മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം അതിന് ഒരു ആത്മീക കാരണം പുറകിലുണ്ട്, അതിനെ നമ്മൾ കാണുന്നില്ല. നമുക്ക് ആ ദൈവം സംസാരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് വ്യൂ, ഒരു വിഷ്വലൈസേഷൻ. അതായത് നമുക്കൊരു വീട് വരയ്ക്കുന്നതിന് മുമ്പ് ആർക്കിടെക്റ്റിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് നമ്മൾ പറയുകയാണ് നമുക്ക് ഇങ്ങനെ വേണം, റൂം വേണം, ബെഡ്റൂം വേണം. അത് നമ്മുടെ മനസ്സ് അത് നമ്മൾ പിക്ചർ ചെയ്തു ഓൾറെഡി. എന്നിട്ട് നമ്മൾ ആർക്കിടെക്റ്റിനോട് പറയുമ്പോൾ അയാൾ വരയ്ക്കും, ഇതാണ് അങ്ങനെ വരച്ച് അതിനകത്ത് അവിടെ മാറ്റി, ഇവിടെ മാറ്റി, അവിടെ മാറ്റി, ഇവിടെ മാറ്റി. അപ്പൊ നമ്മൾ വരയ്ക്കാതെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഒരു പടം ഗർഭം ധരിക്കും. ദ പേഴ്സ്പെക്റ്റീവ് അതും ആർക്കിടെക്റ്റിനോട് പറഞ്ഞ് എഴുതിപ്പിക്കുക എന്ന് പറഞ്ഞ വെളിപാടിന്റെ പുസ്തകം അങ്ങനെയാണ്. നമ്മൾ കേട്ടാൽ മതി, അനുഗ്രഹമാണ്, മനസ്സിലാക്കണ്ട. കാരണം അത് അകത്തു പോയിട്ട് ദൈവത്തിന്റെ വിഷൻ എന്തുവാണോ നമുക്ക് വേണ്ടി ഫ്യൂച്ചറിലേക്കുള്ള, അത് നമ്മുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെ ഉള്ളിൽ പതിക്കും. അപ്പൊ നമ്മള് സ്വർഗരാജ്യം, അപ്പം പുതിയ ജെറുസലേമിനെ പറ്റി പഠിക്കുമ്പോൾ അതിന്റെ അളവ്, അതിന്റെ വീതി, അതിലുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നോക്ക്, നമ്മുടെ മനസ്സിൽ അതൊരു പടം പോലെ അത് വളരും. നമ്മൾ അതിൻ്റെ അകത്ത് കടക്കും, നമ്മുടെ ആത്മാവ്.
നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കാരണം നമ്മളിലെ കൺഫ്യൂഷൻ അവൻ എടുത്ത് ദൂരെ കളയുക എന്ന് പറഞ്ഞാൽ 2 രാജാക്കന്മാരുടെ 6:15-17 ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാരുടെ 6:15 മുതൽ 17 വരെ. മലയാളത്തിൽ ചിലപ്പോ 18 വരെ ആയിരിക്കും. ദൈവപുരുഷന്റെ ദാസൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. പട്ടണം വളഞ്ഞത് ജഡീകമായിട്ടുള്ള കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന പട്ടാളക്കാരെയാണ്. ദാസൻ അവനോട്, ആരാ ദാസൻ എന്നറിയാം? ഗെഹസി. എലീശയെയും ഗെഹസിയെ പറ്റിയുള്ള കഥയാണ്. വായിച്ചു. ദാസൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ, ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പറഞ്ഞു. അവന് കണ്ണുകളില്ലേ? കണ്ണുകളുണ്ടോ? പക്ഷെ എലീശ കണ്ടത് അവൻ കാണുന്നില്ല. അവൻ എൻ്റെ മുകളിലോട്ട് കാണുവാനുള്ള അവന്റെ കണ്ണുകൾ, ഹൃദയത്തെ ദൃഷ്ടി ദൈവം തുറന്നിട്ടില്ല. എലീശ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനായതുകൊണ്ട് അയാളുടെ ജഡീകവും കാണാം, ആത്മീകവും കാണത്തക്കവണ്ണം അയാളുടെ ഹൃദയ ദൃഷ്ടി തുറന്നിരിക്കുകയാണ് ദൈവം. വായിച്ചു. യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ആ യുവാവിന്റെ കണ്ണുകൾ തുറന്നു. ഏലീശായുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അപ്പൊ എലീശയ്ക്ക് കാണാൻ പറ്റിയത്, ആത്മാവിൽ കൂടെ എലീശ കണ്ടതും അത് ഫോക്കസ് ടു ദ സ്പിരിറ്റ് വേൾഡ് ആണ്. മറ്റവന് ഫോക്കസ് ടു ദ വേൾഡ് ദാറ്റ് ഇസ് ഫിസിക്കൽ. മറ്റേ സ്പിരിച്വൽ, ആത്മീക ദൃഷ്ടി കൊണ്ട് ആത്മാക്കളുടെ രാജ്യം കാണുന്നു, അല്ല ആത്മാക്കളുടെ കാര്യങ്ങളെ കാണുന്നു. ജഡീക ദൃഷ്ടി കൊണ്ട് ജഡീകമായിട്ടുള്ള കാര്യങ്ങൾ കാണും. രണ്ടും 2 ദൃഷ്ടിയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ചില സമയങ്ങളിൽ നമുക്ക് എക്സാക്ട്ലി ആത്മാവിന്റെ കാര്യങ്ങൾ കേട്ടാലും നമുക്കത് കാണാൻ പറ്റുന്നില്ല. കാണാമായിരുന്നെങ്കിൽ പിശാചിന്റെയും ദൂതഗണങ്ങളുടെയും നമ്മളുടെ എതിരെയുള്ള സകല കണികളും നമുക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് കാണുവാൻ കഴിവുള്ള മനുഷ്യരുണ്ട് ദൈവത്തിന്റെ ആത്മാവ്. നമ്മൾ ഈ സത്യം വിളിച്ചു പറയുന്നത്, എല്ലാവരും യേശുവിന്റെ നാമത്തിൽ വരുന്നവരെല്ലാം അവന്റെ ദാസന്മാരല്ല. വെളിച്ചത്തിന്റെ കഥയും പറഞ്ഞുകൊണ്ട് വെളിച്ച ദൂതും പറഞ്ഞുകൊണ്ട് വരുന്ന കള്ളപ്രവാചകന്മാരാകുന്നു നമ്മളെ ചതിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ വ്യാജത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു പറയാൻ കാരണം ഇതാണ്. അത് അന്നത്തെ കാലം തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്, രണ്ടും 2 കണ്ണുകളാണ്. ഒരേ കണ്ണിൽ തന്നെ രണ്ടും പ്രവർത്തിക്കാൻ പറ്റും. ഒരു കണ്ണിൽ കൂടെ നമുക്ക് ജഡീകവും കാണാം, ആത്മീകവും കാണാം. 2 ലോകവും നമുക്ക് കാണാം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ വചനം നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കണമേ. യെസ്, നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കും തോറും നിങ്ങളുടെ കണ്ണിന് വെളിച്ചം കിട്ടുകയാണ്. അത് നിങ്ങളുടെ ശരീരത്തിന് വെളിച്ചം, ജീവനും കിട്ടുക. അത് സ്പിരിറ്റൈസ്, ആത്മാവിനെ കാണാനുള്ള കണ്ണുകൾ. ദൈവത്തെയും കാണാൻ പറ്റും, പിശാചിനെയും കാണാൻ പറ്റും, ദൂതഗണങ്ങൾ. അത് നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ അവർ നമ്മൾ പേടിച്ചോടും. കാരണം അവരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ചതിയൊന്നും നമ്മുടെ കീഴിൽ നടക്കത്തില്ല. എഫെസ്യരുടെ 1:17 മുതൽ 19 വരെ നമുക്കൊന്ന് വായിക്കാം. ഇത് വെളിപാട് പുസ്തകത്തിന്റെ ആഴങ്ങളാണ്. കുറച്ചുകൂടി നമ്മൾ ഡീപ്പറായിട്ട് ഇറങ്ങണം. അല്ല, എഫെസ്യ സഭയിൽ അവർക്ക് ഇതിനെപ്പറ്റി കിട്ടിയ ബുദ്ധിയും വിവേകവും ജ്ഞാനം എവിടെ നിന്ന് വെച്ചാൽ വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെട്ട് സംസാരിച്ച ഭാഗങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെയും മെയിനായിട്ടുള്ള പുസ്തകം വെളിപാട് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച വാക്കുകളാണ്. അതിന്റെ മുകളിലാണ് അവർ പണിത്. വായിച്ചു. 1:17 മുതൽ 19 വരെ എഫെസ്യരുടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നൽകേണ്ടതിനും. കണ്ടോ, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും to give you the spirit of wisdom and revelation. കണ്ടോ, ഈ ആത്മാക്കളെ പറ്റി ഒന്ന് പഠിച്ച് വായിച്ചോ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും
വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും തന്നെ. ഇതാണ് ശക്തി. He gives you the spirit of wisdom and revelation. ഇന്ന് ആംപ്ലിഫൈഡ് വേർഷൻ്റെ അകത്ത് ഇതിനെപ്പറ്റി ഒന്നുകൂടി വിപുലീകരിച്ച് എഴുതിയിരിക്കുന്നതിനകത്ത് പറയുകയാണ്, the eyes of the heart may be opened to enlighten the spirit in you എന്നാ പറയുന്നത്. ഹൃദയദൃഷ്ടികൾ തുറന്നു കഴിയുമ്പോൾ, നമുക്ക് വെളിച്ചം കിട്ടുമ്പോൾ, നമ്മുടെ നിഗൂഢ അകത്തെ മനുഷ്യന് ജീവനും ബുദ്ധിയും വിവേകവും ജ്ഞാനവും പകരുമ്പോൾ, അതാണ് അവന്റെ ശക്തി, സത്യത്തെ തിരിച്ചറിയാനുള്ള ശക്തി. എന്തുവാണ് ഈ പ്രത്യാശയെ പറ്റി പറയുന്നത്? ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. നമ്മളെടുത്ത് എഫെസ്യരുടെ 1:18 നമ്മൾ വായിച്ച പോലെ, ദ ഹോപ്പ് വിച്ച് ഹി ഹാസ് കോൾഡ് യു. ആ പ്രത്യാശ എന്തുവാണ്? നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ വിളി എന്തുവാണെന്ന് ചോദിച്ചു. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ക്രിസ്തുവിൽ നമ്മൾ വസിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ കണ്ണുകളിൽ കൂടെ നമുക്ക് പ്രകാശിതരായി നമ്മൾ നിൽക്കുന്ന ആ സമയം, അത് നമ്മളെ ഇറ്റ് ഇലുമിനേറ്റ്സ്, അത് നമ്മളെ പ്രകാശിതരാക്കുന്നു. അതാണ് ദൈവത്തിന്റെ ബുദ്ധിയും വിവേകവും ജ്ഞാനം എന്ന് പറഞ്ഞാൽ, ദൈവം സംസാരിച്ച ജീവനുള്ള വചനം എന്ന് പറഞ്ഞ്, വെളിച്ചം എന്ന് പറഞ്ഞ ആത്മാവ് മനുഷ്യന്റെ ജീവനാകുന്നത്. അത് മനുഷ്യന് കിട്ടുന്ന വിടുതൽ, ഡെലിവറൻസ്. പിശാചിനെ പറ്റി തിരിച്ചറിയാനും ദൈവത്തെ ആരാണെന്ന് മനസ്സിലാക്കേണ്ടതിനുള്ള നമ്മുടെ ബുദ്ധികൾക്ക് കിട്ടുന്ന വിടുതലാണ് നമ്മുടെ പ്രത്യാശ. അന്നേരം മാത്രം നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്ലാനും പദ്ധതി അറിയുമ്പോൾ വി ഹാവ് എ ഹോപ്പ് ഫോർ ഇറ്റ്. അപ്പൊ നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മൾ മരിക്കുകയില്ല, നിത്യജീവനെ പ്രാപിക്കുമെന്ന്. ഇത് നമുക്ക് മൂടി വെച്ചിരിക്കുകയാണ്. യേശുവേ യേശുവേ എന്ന് വിളിപ്പിച്ചുകൊണ്ട് മൂടി വെപ്പിച്ചിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും തേജസ്സും നിത്യജീവൻ പ്രാപിക്കേണ്ട വഴികളും സ്വർഗത്തിലെ ഗ്ലോറിയസ് തേജസ്കരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിജ്ഞാനവും നമുക്ക് കിട്ടുമ്പോൾ, പാപത്തിന് നമ്മുടെ ജഡത്തിൽ വസിക്കുവാൻ പിന്നെ അധികാരമില്ല, ഒന്നും പിന്നെ നടക്കത്തില്ല. നമുക്ക് വെളിപാടിന്റെ 22:15 ഒന്ന് വായിച്ചു നോക്കാം. എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും, നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നായയുടെ സ്വഭാവമുള്ളവർ, ഛർദിച്ചത് വീണ്ടും തിന്നും. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകികളും ബിംബാരാധകരും വ്യാജത്തിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും വ്യാജത്തിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. എല്ലാവരും പുറത്താണ്. പുതിയ രാജ്യം, പുതിയ ഭൂമി, പുതിയ ജെറുസലേമിൻ, അത് ആത്മാവിന്റെ ഭാഗം. ഈ ദുഷ്ട ആത്മാക്കളുള്ള ഒരു മനുഷ്യനും അകത്ത് കടക്കരുത്. വായിച്ചോ. യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. കണ്ടോ, ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. അപ്പൊ നമ്മുടെ പ്രത്യാശ, നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു പ്രത്യാശയാണ് നമ്മൾ കേൾക്കുന്ന യഹോവയുടെ വാക്കുകളാകുന്നു. അത് ജീവനാകുന്നു, വെളിച്ചമാകുന്നു. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നും വരുന്ന വചനത്താൽ, അപ്പം കൊണ്ട് മാത്രമല്ല, വചനത്താൽ നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിത്യജീവനെ പ്രാപിക്കുന്നു. ആൻഡ് വി ബിക്കം സൺസ് ഓഫ് ഗോഡ്, ബ്രൈഡ്സ് ഓഫ് ക്രൈസ്റ്റ്, heirs to the kingdom of God. സ്വർഗരാജ്യത്തിന് അവകാശികളും മക്കളും മണവാട്ടികളായി മാറ്റപ്പെടുന്ന ഈ സമയം നമ്മളെ വിളി എന്തിനാണ് നമ്മൾ, അപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ദൈവം ഇതിനായിരുന്നു. അല്ലെ ഭൂമിയിലെ അനുഗ്രഹത്തിന് മാത്രമല്ല, വരുവാനുള്ളിടത്തെ അനുഗ്രഹം കൊണ്ട് നമുക്ക് തരുവാൻ വേണ്ടിയുള്ള വിളിച്ചിരിക്കും. അവിടെ നിങ്ങൾ മരിക്കുകയില്ല, പോരെ, ഞാൻ പറയുന്നത് കേൾക്ക്, ഫോളോ മീ. അതാണ്
ഹയസ്റ്റ് വേ ഓഫ് കോളിംഗ്. നമ്മുടെ ഏറ്റവും ഉപരിയായിട്ട് കിടക്കുന്ന പ്രത്യാശയുള്ള വലിയൊരു വിളിയാണ് that we are hidden in Christ. നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും. 2 കൊരിന്ത്യസ് 4:17 ഞങ്ങളുടെ ക്ഷണികവും നിസാരവുമായ കഷ്ടത അത്യന്തം ഘനമേറിയ നിത്യ തേജസ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ മുഖാന്തരമാകുന്നു. കേട്ടോ, ഞങ്ങൾക്ക് ലഭിക്കുവാൻ മുഖാന്തരമാകും. എന്തുവാണ്? ഞങ്ങളുടെ ക്ഷണികവും നിസാരവുമായ കഷ്ടത അത്യന്തം ഘനമേറിയ നിത്യ തേജസ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ മുഖാന്തരമാകുന്നു. അതിൽ കൂടെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ട് അതനുസരിച്ച് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും, കാരണം മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലല്ല നമ്മൾ ചിന്തിക്കുന്ന, മറ്റുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത്. ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവർ കൂട്ട് ആണെങ്കിൽ ആത്മീക കാര്യങ്ങളുടെ മർമ്മങ്ങളെയും പൊരുളുകളെയും മനസ്സിലാക്കി നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് ഗ്രഹിക്കാനോ പഠിക്കാനോ അറിയത്തില്ല. എന്നാൽ അവർ പഠിക്കത്തുമില്ല, അത് അവർക്കൊട്ട് മനസ്സിലാകത്തുമില്ല. അവരുടെ ഹൃദയങ്ങളെ ദൈവവും അടച്ചിരിക്കുകയാണ്. കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യവുമാകുന്നു. അപ്പൊ കാണാത്തതിനെ നിത്യമായിട്ടുള്ള, അവർക്ക് കാണാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് കാണാവുന്നത്. അതായത് ഗേശയ്ക്ക് കാണാൻ വയ്യാത്ത കാര്യം ഏലിയാവിനെ കണ്ടിട്ട് അത് പറഞ്ഞപ്പോൾ അത് അവന് വിശ്വസിക്കാൻ പറ്റില്ല. അവന്റെ കണ്ണ് ഇങ്ങനത്തെ പോയി കാണുന്നത്. അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള താക്കോലാണ് ഈ വെളിപാട് പുസ്തകം. So that our hearts may be open to his light. അവന് വെളിച്ചം സ്വീകരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ക്രിസ്തുവിൽ കൂടെ തുറക്കാനുള്ള താക്കോലാണ്. അപ്പൊ എന്താണ് ഗ്ലോറീസ് ഇൻഹെറിറ്റൻസ്? നമുക്ക് റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറീസ് ഇൻഹെറിറ്റൻസ്. എഫെസ്യർ 1:18 പറഞ്ഞിരിക്കുന്നു, വി ആർ സോ പ്രഷ്യസ് ടു ഗോഡ്. ദൈവത്തിന് നമ്മൾ ആരെന്നറിയാം? നമ്മളൊരു നിധിയാകും ദൈവത്തിന്. വി ആർ എ ട്രഷർ ടു ഗോഡ്. നമ്മളെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിലോട്ട് കടത്തി നമ്മളെ കൊണ്ടുവരുവാണ്. എന്തിനാ? അവകാശങ്ങളെ നമുക്ക് തരുവാൻ വേണ്ടി. പാവം ദൈവം എത്രയോ സ്നേഹമുള്ളവൻ, നമ്മൾ കാണാത്തത് നമുക്ക് തരുവാൻ വേണ്ടി നമ്മളെ ഇതെല്ലാം പഠിപ്പിക്കുകയാണ്. എന്തുമാത്രം സ്നേഹമാണ് ദൈവത്തിന് നമ്മളോടുള്ളത്. എഫെസ്യർ 1:11 വായിക്കാം. അവനിൽ നാം അവകാശവും മതി. അവനിൽ, അവന്റെ വചനത്തിൽ, അവൻ നമ്മളിലും നമ്മൾ അവനിലും എന്ന് പറയാം. അവനിൽ നാം, ഇൻ ഹിം. വായിച്ചോ. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തിരുഹിതത്തിന്റെ ആലോചന പോലെ സകലതും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം നാം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു. നാം മുൻനിയമിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് മുമ്പേ നമ്മളെ ദൈവം കണ്ടു മുൻനിയമിക്കപ്പെട്ടവരാണ്. 2 കൊരിന്ത്യർ 5:21 വായിച്ചേ. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. കണ്ടോ? അവൻ മൂലം നാം ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് തന്നെ. കണ്ടോ? നമ്മളെ നീതിമാനാക്കേണ്ടതിന് പാപം ചെയ്യാത്ത വചനം എന്ന് പറയുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ ഇമ്മാനുവലിനെ ദൈവം നമുക്ക് വേണ്ടി നമ്മളെ നീതിമാരാക്കേണ്ടതിന് വേണ്ടി. മത്തായിയുടെ 6:31 വായിച്ച്. 6:33-34. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നാളെയെ കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. ആവശ്യമില്ലല്ലോ. നാളെ കുറിച്ച് നമ്മൾ തന്നെ പേടിക്കണ്ടേ? ആദ്യം രാജ്യം നീതി നീ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളത്തെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നാളത്തെ ദിവസം അതിനായി ഉത്കണ്ഠപ്പെടുമല്ലോ. അതാത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. നമുക്ക് മർക്കോസിന്റെ 10:29 മർക്കോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ മർമ്മമാണ് വെളിപാട് പുസ്തകത്തിൽ നിന്ന്. നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവനെ കളഞ്ഞ് ഈ വെളിപാട് പുസ്തകം പഠിക്കുകയും ആ രാജ്യത്തെ പഠിക്കുക, ആ നീതിയെപ്പറ്റി പഠിച്ചിട്ട് അത് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളെ നിന്ദിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്നുള്ളതാണ് മർക്കോസിന് കിട്ടിയ വെളിപാട്. വായിച്ചോ.
മാർക്കോസിന്റെ 10:29 മുതൽ 31 വരെ. അതിന് യേശു, എനിക്ക് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും വീടോ സഹോദരന്മാരെയോ. സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞ മത്തായി, മാർക്കോസ്, ലൂക്കോസ് അല്ല. അവൻ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വാർത്ത, അത് വെളിപാടാണ്. അതിന് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഈ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരതിനെ ചേർത്ത് പിടിക്കാൻ നോക്കിയത്. പലപ്പോഴും വിട്ട് ഓടിപ്പോയെങ്കിലും തിരിച്ച് ജീവൻ ചേർച്ചു. കാരണം ദൈവ പ്രീഡെസ്റ്റിൻഡ്, അത്രയും പേരെ വിളിച്ച് വേർതിരിച്ചവരാണ്. അതുപോലെ നമ്മളെ മക്കളായിട്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കിട്ടിയ വെളിപാടിൽ കൂടെ അവർക്ക് കിട്ടിയിരിക്കുന്ന വെളിച്ചം എന്താണെന്ന് മർക്കോസ് പറയുവാണ് നമ്മളോട്. വായിച്ചു. എനിക്ക് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും വീടോ സഹോദരന്മാരെയോ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദ ട്രൂ ഗോസ്പൽ, ദ ലൈറ്റ് ഓഫ് ദ ട്രൂ ഗോസ്പൽ. ഗോസ്പൽ എല്ലാവർക്കും അറിയാം, പക്ഷെ അതിൻ്റെ അകത്ത് വെളിച്ചം, അതാണ് സുവിശേഷം, മർമ്മം. അതാണ് പുതിയ ജെറുസലേം, പുതിയ ഭൂമി, പുതിയ ആകാശം, നമ്മൾ കടക്കുന്ന വഴി. അവിടെ എങ്ങനെ കടക്കും? അതിന് നീതിമാന്മാരാകണം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം, കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതണം, രക്തത്താൽ മുദ്രയിട്ടവർ. ഇങ്ങനെ ചില ക്രൈറ്റീരിയകളാണ്. വായിച്ചോ. വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിച്ചാൽ ഈ ലോകത്തിൽ തന്നെ പീഡനങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിൽ, അന്ന് പറഞ്ഞതാ, ഇന്ന് വരുവാനുള്ള ലോകത്തിലാണ് നമ്മൾ കടക്കുന്നത്, കഴിഞ്ഞു പോയതല്ല. അപ്പം അതിൻ്റെ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ കർത്താവിന് വേണ്ടിയോ അവന്റെ രാജ്യത്തിന് വേണ്ടിയോ അവന്റെ നീതിക്ക് വേണ്ടി ഈ സത്യം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവർ നമ്മളെ അംഗീകരിക്കത്തില്ലെങ്കിൽ തള്ളിക്കളയും, നമ്മളെ പുച്ഛിക്കും, നമ്മളെ തുച്ഛീകരിക്കും, നമുക്ക് വട്ടാന്ന് പറയും. ഇതെന്താ അവന് പുതിയ ബൈബിളും കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ അതിനുവേണ്ടി, ആ നീതിയുടെ വചനത്തിന് വേണ്ടി, വെളിപാടിന്റെ ദൈവത്തിന്റെ വായിന്ന് വന്ന വാക്കുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് കളഞ്ഞാലും, എന്തൊക്കെയാണ് ഒന്നുകൂടി വായിച്ച്. എനിക്ക് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും വീടോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിച്ചാൽ ഈ ലോകത്തിൽ തന്നെ പീഡനങ്ങളോടുകൂടി, കഷ്ടപ്പാടും പീഡനങ്ങളും കൂടി. കാരണം വെച്ചാൽ നമ്മളെ ലോകം പീഡിപ്പിക്കും. കാരണം ലോകം എന്തുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കാത്തത്? നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്. എന്നാൽ അവർ നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് എതിരാളിയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കത്തില്ല. ലോകം തള്ളിയാൽ അതിന്റെ അർത്ഥം നമ്മൾ ലോകത്തിലെ മനുഷ്യരല്ല, ദൈവത്തിന്റെ മക്കളാണ്. അതാണ് ഇതെന്തെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടിയോ, ദൈവത്തിന്റെ വെളിച്ചമെന്ന് പറയുന്ന, ജീവനെന്ന് പറയുന്ന ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുള്ള വെളിപാട് പുസ്തകം, അത് പഠിപ്പിക്കാത്ത ഇപ്പൊ ആരുടെ കുഴപ്പം? ആരുണ്ട് പഠിപ്പിക്കാൻ? പൊരുളുകൾ പറഞ്ഞു തരാൻ ആരുണ്ട്? ഷണ്ണം പറഞ്ഞ പോലെ. അതിനുവേണ്ടി അപ്പൊ ഈ പൊരുളുകൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് ആ സത്യം വെളിച്ചം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ വെളിച്ചമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ എല്ലാവരും തള്ളിക്കളയും. ഈ ഗോസ്പലിന് വേണ്ടി, അതിൻ്റെ അകത്തെ വെളിച്ചത്തിന് വേണ്ടി. അന്നേരം എന്ത് കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിൽ തന്നെ പീഡനങ്ങളോടുകൂടി 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. സത്യമായിട്ട് പറയുന്നത്, എപ്പോഴും സത്യമായിട്ട് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വചനം. എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും എന്ന് ഉത്തരം പറഞ്ഞു. മതി. അപ്പൊ ഇസ്രായേൽ മക്കളിനോടും പലരോടും ഈ ഭാഗങ്ങൾ
ദൈവം പലപ്പോഴും സംസാരിച്ചിട്ടും പലരും ഇതിനെ തള്ളിക്കളഞ്ഞ ഭാഗങ്ങളുണ്ട്. നമുക്കതിനുള്ള ശക്തി, അധികാരം ദൈവം നമുക്ക് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അത് ആത്മീക ലോകത്തിൽ എന്താണെന്നും മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ അതിന് തുനിഞ്ഞില്ലെങ്കിൽ നമുക്കത് കിട്ടുകയില്ല. നമുക്കെല്ലാം നഷ്ടപ്പെടാൻ തോന്നും. ക്രിസ്തുവിലോട്ട് വന്നതുകൊണ്ട് പലതും നഷ്ടപ്പെടാൻ തോന്നും. But he is able to give you back everything if you really believe it and go by it. നമ്മുടെ വിളി എത്രയോ വലുതാണ്. കാരണം യേശുവിനെ വിളിച്ചു വെള്ളത്തിൽ ചാടി സ്നാനപ്പെട്ടത് കൊണ്ടല്ല, വെള്ളത്താലും ആത്മാവിനാലും. യോഹന്നാന്റെ 3, നീ ആത്മാവിനാലും സ്നാനപ്പെടണം. You must be born in the spirit to know the glorious things of the spirit of God. കാരണം ദൈവം നമുക്ക് ബുദ്ധിയും വിവേകവും ജ്ഞാനവും തരുന്നത് വെളിപാടിൽ കൂടെ ദൈവയുടെ പൊരുളുകളിൽ നിന്ന് നാം മനസ്സിലാക്കും. നമ്മൾ ആരാണെന്ന് അപ്പോഴാണ് നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ആരാണ്? നമ്മുടെ കണ്ണുകളെ തുറന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കണം, നമ്മൾ ആരാണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, എ മാൻ ഹൂ ഈസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഫ്ലഷിൽ നിന്ന് മാറ്റപ്പെട്ട ആത്മാവിൽ ജനിക്കപ്പെട്ട നമ്മൾ, ആത്മാവിന്റെ സ്വഭാവമുള്ള, ക്രിസ്തുവിന്റെ ഹൃദയമുള്ള, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള മക്കളും അവകാശങ്ങളുമാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മൾ നിത്യജീവനെ പ്രാപിച്ച് അവന്റെ കൂടെ ജീവിക്കുന്നു. അപ്പൊ എന്തുവാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്? സംതിങ് ദാറ്റ് വി ബിലീവ് ഈസ് ഒബ്റ്റൈനബിൾ. നമുക്ക് കിട്ടുവാൻ ഉള്ള ചില കാര്യത്തെപ്പറ്റി നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അതിന് പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ട്, ഇപ്പൊ നമ്മുടെ ഇല്ല, പക്ഷെ അത് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴാണ് ഒരു പ്രത്യാശയുണ്ട്. That's a power. എഫെസ്യർ 1:19 മുതൽ 21 വരെ എന്ന് വായിച്ചേ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾ അറിയേണ്ടതിന് തന്നെ അത് എന്തുവാണെന്ന്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തിരുത്തുകയും ചെയ്തു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ തന്നെ. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലുള്ള ദ ഗ്ലോറിയസ് പ്രസന്റേഷൻ നമ്മളെ ക്രിസ്തുവിൽ കാണുമ്പോൾ അവനെ പോലെ നമ്മളും അതുപോലെ നമ്മളിരിക്കും. നമ്മളെപ്പോലെ ക്രിസ്തുവും നമ്മളെപ്പോലെ ദൈവവും വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ആ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുവാനും വേണ്ടി ഈ പുസ്തകം എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മളത് തുറക്കാതിരിക്കാൻ വേണ്ടി പഠിക്കാതിരിക്കുമ്പോഴോ, how can your hearts be opened? How can you know the light? How can you have the hope? നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ we wander, നമ്മൾ പരദേശിയായിട്ട് കറങ്ങി നടക്കും, രോഗങ്ങളിലും ബാധകളിലോട്ടും കടക്കുന്നു, വിടുതലില്ലാതെ നാശത്തുക്കുഴിയിലോട്ട് പോകുന്നു. അപ്പൊ പറയും ക്രിസ്തുവിൽ വന്നതിന് ശേഷമാണ് പ്രശ്നം. അപ്പൊ നമ്മൾ പൈസ ഉണ്ടാക്കാനും പലതും ഉണ്ടാക്കാനും പല വഴികളും തേടുന്നു ലോകത്തിന്റെ രീതിയിൽ. അതല്ല, ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുമ്പോൾ we are able to see the wealth and riches and glorious things of God. പിന്നെ നമുക്ക് എന്തോ, അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കുറച്ചു നേരം നമുക്കൊന്ന് ചിന്തിക്കാം. എന്തൊക്കെയാണ് നമ്മൾ ധ്യാനിക്കുക എന്ന് പറയുന്നത്? ചിന്തിക്കും. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇന്ന് കേട്ടിരിക്കുന്ന വാക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളത്തിൽ അത് പ്രവർത്തിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ അത് പ്രവർത്തിക്കണം. ക്രിസ്തുവിന്റെ ഹൃദയമുള്ളവർ, those who have the heart of Christ know the will of God, know the mind of God എന്നാ പറഞ്ഞു. അവന്റെ മനസ്സുകളെ അറിയുവാൻ ക്രിസ്തുവിന്റെ ഹൃദയം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ കണ്ണുകളിൽ കൂടെ നമുക്ക് ഈ ലോകത്തിനെ കാണുമ്പോൾ ദൈവം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെ, വെൽത്ത് ആൻഡ് റിച്ചസ് ആൻഡ് ഗ്ലോറിയസ് തിങ്സ് ഓഫ് ഗാഡ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് കാണുവാൻ പറ്റുമ്പോൾ നമ്മുടെ പ്രത്യാശ വളരുന്നു. നാളത്തെപ്പറ്റി നമുക്ക് വിഷമിക്കേണ്ടതില്ല. ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല,
ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഹൗ മച്ച് ബ്ലെസ്ഡ് വി ആർ ലോർഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്. ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ അത് കാണുവാൻ നിന്റെ മക്കളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഹൃദയങ്ങൾ തുറക്കുമ്പോൾ പിശാച് വിട്ടുപോകും, ലോകത്തിന്റെ ചിന്തകൾ വിട്ടുപോകും, രോഗങ്ങളും ബാധകളും അശുദ്ധമായിട്ടുള്ള സകലതും വിട്ടുപോകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് എഴുതിപ്പെട്ടിരിക്കുന്നു. എഴുതിയതെങ്കിൽ, അത് പറഞ്ഞതെങ്കിൽ അത് നടക്കുകയും ചെയ്യും. ജീസസ് ക്രൈസ്റ്റ്.